ഹാഫിസ് സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ എസ്ഐടിയുടെ ആദ്യ യോഗം വടകരയിൽ പൂർത്തിയായി. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലുടനുണ്ടാകും. കേസിൽ ആദ്യം പ്രതിയായ MSF പ്രവർത്തകൻ CK കാസിമിന്റെയും മൊഴിയെടുക്കും. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് അതീവ ദുഷ്കരമെന്ന് വടകര റൂറൽ SP T ഫറാഷ് പറഞ്ഞു. മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതിന്റെ പൂർണ്ണമായ ഫലം ഇതുവരെയും ലഭ്യമായിട്ടില്ല. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ ഹാഫിസ് സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. എന്തായിരിക്കും SITയുടെ അടുത്ത നീക്കങ്ങൾ? ടോം, ആലുവ വടകര SP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക യോഗം ചേർന്നിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ വടകര DYSPയും ഈ അന്വേഷണ സംഘത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ തന്നെ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചു. ഇത്തരത്തിൽ ആദ്യം ഈ MSF നേതാവായിരുന്ന മുഹമ്മദ് കാസിം എന്ന ആളുടെ CK കാസിം എന്നയാളുടെ പേരിൽ അദ്ദേഹത്തിന്റെ നമ്പറുകളൊക്കെ ചേർത്തുള്ള ഒരു പേരിൽ അദ്ദേഹം സൃഷ്ടിച്ചതാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ. അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ പങ്കുവച്ചതാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന പേരിലായിരുന്നു ആദ്യം പ്രത്യക്ഷമായത്. ഇതേ തുടർന്നുള്ള അന്വേഷണം പിന്നീട് നീളുകയും ഇടത് സൈബർ ആളുകളുടെ കൈവശമുള്ള പോരാളി ഷാജി, അമ്പാടിമുക്ക് സഹാഫൻ തുടങ്ങിയ അടക്കമുള്ള പേജുകളിലൊക്കെ ഈ സ്ക്രീൻഷോട്ട് പിന്നീട് എത്തുകയും ചെയ്തു. വടകര തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം 2024 ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര. അവിടെ KK ശൈലജ ടീച്ചറും ഒപ്പം ഷാഫി പറമ്പിലും ഒന്നിലാണ് മത്സരം നടക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിരിമുറുക്കമുള്ള പോരാട്ടം നടക്കുന്ന ഇടത്താണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ കാഫർ എന്ന പേരിൽ ഈ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്തതെന്ന നിർദ്ദേശമൊക്കെ ഉള്ള ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അത് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും UDF പ്രവർത്തകർ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു എന്നും ആണ് ആരോപണം ഉയർന്നിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ എന്നാൽ MSF നേതാവ് കാസിമിന്റെ പേരിൽ വ്യാജമായി സൃഷ്ടിച്ചതാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് അന്വേഷണം നീളുകയും CPMന്റെ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് പിന്നീട് അന്വേഷണം അവസാനിച്ചത്. ഹൈക്കോടതിയിൽ ഈ കേസ് വേഗത്തിൽ നടക്കുന്നില്ല എന്ന് ആരോപിച്ച് കാസിം ഒരു ഹർജി നടത്തുകയും ഹർജി നൽകുകയും ആ ഹർജിയിൽ ഈ കാസിം കുറ്റക്കാരനെന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ തെളിവുകൾ അല്ലെങ്കിൽ കാസിമാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് കാസിം ആണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ സർക്കാർ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ കേസ് മതിയായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഈ പ്രചരിപ്പിച്ചവരെ കുറിച്ച് മാത്രമുള്ള വിവരങ്ങളാണ്, മറിച്ച് ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാൻ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം UDF അധികാരത്തിൽ വരികയും കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ളയുടെ നിവേദന പ്രകാരം ഈ കേസിൽ ഒരു പുനരന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അവർ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് ഇന്ന് ഈ അന്വേഷണ സംഘം യോഗം ചേരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ മൊഴി ശേഖരിച്ച അതായത് കാസിം അടക്കമുള്ള ആളുകളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഒപ്പം DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഈ സ്ക്രീൻഷോട്ട് വ്യാപകമായി ഷെയർ ചെയ്തു എന്ന് നേരത്തെ തന്നെ അന്വേഷണം കണ്ടെത്തി. അതുകൊണ്ട് റിബേഷിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള മൊഴി ശേഖരണം നടത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മൊബൈൽ ഫോണുകൾ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ആ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന വിശദമായി നടത്താനും ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മെറ്റയുടെ അടക്കമുള്ള സഹകരണം അനിവാര്യമാണ്. നേരത്തെ തന്നെ പോലീസ് ഈ മെറ്റ എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നത് സംബന്ധിച്ച ഉറവിടം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചെങ്കിലും ഒരു അനുകൂലമായ പ്രതികരണം അവിടെ നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഉന്നത സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ ഉറവിടം കണ്ടെത്തുക അതീവ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് റൂറൽ SP ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഫോണുകളുടെ നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ തെളിവുകൾ കണ്ടെത്തുക അതൊക്കെ വലിയ വെല്ലുവിളിയല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. മാത്രമല്ല മെറ്റയോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഈ മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ വിവരങ്ങൾ ലഭ്യമാകുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമായിരിക്കുമോ?
തീർച്ചയായും അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതയും. കാര്യം നമുക്കറിയാം ഒരുപാട് കേസുകൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപം അല്ലെങ്കിൽ അസഭ്യവർഷം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ പ്രതിദിനം വരുന്നുണ്ട്. നിരവധി ഈ കേസുകളിൽ ഈ സംബന്ധിച്ച പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിലേക്കും അല്ലെങ്കിൽ സൈബർ പോലീസിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തു. ഇവിടെ നിന്നും പിന്നീട് മെറ്റയിൽ സമീപിച്ച് ഈ തെറിവിളിച്ച ആളുടെ ഷോട്ട് എവിടെ നിന്നാണ് ആദ്യം വന്നത്, അല്ലെങ്കിൽ ഈ ആധികാരികമായ ഒരാളുടെ പേജിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു പേജിൽ നിന്നാണോ ഇതെത്തിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ മെറ്റയിൽ നിന്നും പൂർണ്ണമായും പലപ്പോഴും ഈ ചെറിയ കേസുകളിലും മറ്റുമൊന്നും വിശദാംശങ്ങൾ നൽകുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലദൈർഘ്യമൊക്കെ ഏറെയാണ് എന്ന് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പറയാറുണ്ട്. അതുകൊണ്ട് മെറ്റയിൽ നിന്നും ഈ വിവരങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ കീറാമുട്ടിയായി നിൽക്കുന്നത്. ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളിലേക്കൊക്കെ അന്വേഷണം എത്തുമ്പോഴും അവരാരുമല്ല നിർമ്മിച്ചത്, അല്ലെങ്കിൽ അവരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ചുവയുടെ ഉള്ള ഒരു പ്രചരണ സാമഗ്രി ലഭിക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമൊക്കെ അത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയും കാണാറുണ്ട്. എന്തായാലും ഈ ഉറവിടം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ദുഷ്കരമായ ജോലി. ആ ഒരു ജോലിയിലേക്കാണ് ആദ്യം തങ്ങൾ കടക്കുന്നതെന്നാണ് SP വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ അന്വേഷണ സംഘത്തിനെതിരെയും ചില ആരോപണങ്ങളൊക്കെയായി യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും പ്രധാനം ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഈ CPM ബന്ധമുണ്ട് എന്നതടക്കമുള്ള ചില പരാതികൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്ക് ഇതിനകം തന്നെ പരാതി നൽകുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്നത്. ഭൂരിഭാഗം ഈ SIT അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും ഇൻസ്പെക്ടർ ആയ ദിനേശ് ശേവി എന്നയാൾ, അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള കടുത്ത CPM സഹയാത്രികനാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾ വഴി അദ്ദേഹം കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കും എന്ന ആരോപണമുണ്ട്. K. രഞ്ജിത്ത് എന്നയാൾ ചാനിയങ്കടവിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ വീട്ടിൽ അർദ്ധരാത്രി അതിക്രമിച്ചു കയറി സ്ത്രീകളോട് മനുഷ്യത്വരഹിതമായി പെരുമാറിയ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. സുധീഷ് വള്ളിയാട്ട് പോലീസ് അസോസിയേഷൻ്റെ നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹത്തിന് സജീവമായ രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ട്. ഒപ്പം വിജേഷ് അടക്കമുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും CPMൻ്റെ അനുഭാവികളാണ്. ഇത്തരത്തിൽ CPM അനുഭാവികളായ ആളുകളെ കുത്തി നിറച്ചാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഈ ആരോപണം പുറത്തെത്തിയിട്ടും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കൊക്കെ പരാതി നൽകിയിട്ടും റൂറൽ SP ഇതിനോട് കാര്യമായി വളരെ സങ്കീർണമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസ്. എന്തായാലും SIT അന്വേഷണം ഊർജിതമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.